കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് കാസ്റ്റിംഗ് ഒരു പ്രധാന എലമെൻ്റ് ആണല്ലോ അല്ലേ? ഇപ്പോൾ സാധാരണ നമ്മൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന കുറേ കാസ്റ്റിംഗ് ഉണ്ട്, അത് മാറ്റിയിട്ട് പ്രത്യേക രീതിയിലുള്ള വേറൊരു ആളെ അവതരിപ്പിച്ചാൽ ആ കഥാപാത്രം കുറച്ച് നന്നാവും, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലേലം എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ജോഷി സാർ പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മൾ അതിൽ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ട് എല്ലാവരും സങ്കല്പിക്കുക, കഥ കേൾക്കുമ്പോൾ സങ്കല്പിക്കുന്ന തിലകൻ ചേട്ടനൊക്കെ ആയിരിക്കും. അപ്പോൾ തിലകൻ ചേട്ടൻ വേണ്ട, നമുക്കത് മാറ്റിയിട്ട് സോമേട്ടനെ കൊണ്ട് ജയിക്കാമെന്ന് പറയും. സോമേട്ടനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് ഒരു കുറച്ചും കൂടി ഒരു മികവൊക്കെ വരികയൊക്കെ ചെയ്തത്. ഇതൊക്കെ ഒരു സിനിമയിൽ വന്ന ഒരു പരിചയസമ്പന്നനായ ഒരു സംവിധായകൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് പുതുമുഖമായിട്ട് സിനിമയിലേക്ക് വരുന്ന പാച്ചിക്ക പുതുമുഖങ്ങളായിട്ടുള്ള താരങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ചത്. അത് വളരെ ഒരു മിടുക്ക് വേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് വെച്ചാൽ പലരും നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ തിലകൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കും, അല്ലെങ്കിൽ സോമേട്ടൻ ഇങ്ങനെ അഭിനയിക്കും, മോഹൻലാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ധാരണയുണ്ട്. ഇതൊന്നുമില്ലാതെ പുതിയ ആളുകളെ കണ്ടെത്തി പെട്ടെന്ന് സ്ക്രീനിൽ കൊണ്ടുവന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ള അതൊരു ധൈര്യം. പക്ഷേ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു കഥാപാത്രം കാണും. ആദ്യം വരുന്നത് അതിനൊരു രൂപസാദൃശ്യമാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രം ഇതാണല്ലോ എന്ന് തോന്നണം. ഇപ്പോൾ പൂർണിമ എന്ന് പറയുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ആ കഥാനായികയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. ബോംബെയിൽ നിന്നപ്പോൾ ഒരു ഫോട്ടോ വന്നു. ഒരു വെള്ള സാരി, നീല ബോർഡർ എടുത്തൊരു സാരി എടുത്തൊരു കൽപ്പടവിലിരിക്കുക. ഇത് കണ്ടോണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ നായിക, ഇതാണ് പ്രഭ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭ എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ മനസ്സിൽ കോസ്റ്റ്യൂമില്ല. എന്നിട്ട് ആ സ്റ്റില്ലിലെ കോസ്റ്റ്യൂമാണ് മഞ്ഞിനിക്കൊമ്പിൽ എന്നുള്ള പാട്ടിൽ ആ വെള്ള സാരിയും ആ ബോർഡർ കൊടുത്ത് ചെയ്യിച്ചിരിക്കും. അപ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഇപ്പം ഏത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം വേറെ. ഇപ്പം എൻ്റെ സിനിമയിൽ തന്നെ അനിയത്തി പ്രാവ് ഹീറോയിനും പുതുമുഖങ്ങളാണെങ്കിലും അതിന് ഏറ്റവും ഭയങ്കര ഹെൽപ്പ് ചെയ്തത് ആർട്ടിസ്റ്റുകളാണ്. അവിടെ ഈ ശ്രീവിദ്യയും തിലകൻ ചേട്ടനും ഹീറോയുടെ ഫാദറായിട്ട്, പിന്നെ KPSC ലളിത, ജനാർദ്ദൻ ചേട്ടൻ, ഹനീഫ, അവരൊക്കെ ഈ ഗ്യാങ്ങിൽ അവിടെ ഈ കാസ്റ്റിങ്ങിന് തന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയൻ ചെല്ലപ്പൻ തമ്മിലൊരു കഥാപാത്രമുണ്ട്, ഒരു റഫ്യൻ. സത്യത്തിൽ തിലകൻ ചേട്ടൻ ഓടി വരുന്നത് മനസ്സിൽ. അപ്പോൾ തിലകൻ ചേട്ടൻ അതെടുത്തു കഴിഞ്ഞാൽ ഈ ഹീറോയുടെ ഫാദർ തിലകൻ ചേട്ടനൊരു ലവബിൾ ഹസ്ബൻഡ് ഫാദറായിട്ട് ഭയങ്കര സ്ഫടികത്തിലെ ഫാദറിനെയും കിരീടത്തെ ഫാദറിനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഒരു ലവബിൾ ഫാദറായിട്ട് തിലകൻ ചേട്ടനെ ഞാനങ്ങ് മനസ്സിൽ വെച്ചു. അപ്പോൾ പിന്നെ ആരാണ് ഈ അരയൻ ചെല്ലപ്പൻ, റഫ്യൻ. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ആൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. സാധാരണ ഇന്നസെൻറ്റിനെ അവിടെ കൊണ്ട് കാസ്റ്റ് ചെയ്യാൻ നമ്മളൊന്ന് മടിക്കും. കാര്യം ഇന്നസെൻറ്റിന് അപ്പം പിന്നെ ഈ ആർട്ടിസ്റ്റുകളുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നായകനെ പാച്ചിക്ക കണ്ടെത്തിയത് എങ്ങനെയാണ്? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പാച്ചിക്കയ്ക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റാണ് നമ്മുടെ സമാഗമത്തിലെ അതിഥി. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് ഈ നായകനെ പാച്ചിക്ക രൂപം മനസ്സിൽ കണ്ടതെന്നും കഥാപാത്രമായിട്ട് ഈ നായകനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്നും നമുക്ക് നേരിട്ട് ചോദിക്കാം. വിളിക്കാം ഞാൻ. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെറുപ്പമേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹീറോ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ഹീറോയ്ക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് വന്നു. ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ വന്നിട്ടും ഈ മനസ്സിൽ പതിയുന്നൊന്നും വന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ കുറേ പേരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് കയറുന്നില്ല. അപ്പോഴും ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, തമിഴ്നാട്ടിലൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, ആ പടത്തിലൊരു ഹീറോ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി മദ്രാസിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ പടം ഒന്ന് കണ്ടു. ഈ ഒരുതല രാഗം ഇറങ്ങിയത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നതല്ലേ? 1 month ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ന്യൂ ഫേസസിന് വേണ്ടി സെലക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ഈ ഒരുതല രാഗത്തിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളുണ്ട്, ഒരു ജോർജ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ജോർജ് ഒരു ദിവസം രാവിലെ ഞങ്ങളെ വിളിച്ചിട്ട് പറയാം, രവീന്ദ്രനുണ്ട് ആ ഫിലിമിൽ, രവീന്ദ്രനും ഞാനും കൂടിയാണ്. അപ്പോൾ രവീന്ദ്രൻ വിളിച്ച് പറയാം, നിങ്ങളെ 2 പേരെയും നവോദയയുടെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. നവോദയ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എത്ര വലിയൊരു മലയാള സിനിമ, എത്ര വലിയൊരു ബാനറല്ലേ. അപ്പോൾ അതിലൊക്കെ ഒരു ബ്രേക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ശരി. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ പാച്ചിക്ക് അവിടെ നിൽക്കുന്നുണ്ട്, ലീൻ ടോളായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ജിജോ ഉണ്ടായിരുന്നു.
അപ്പോൾ എന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആ സിനിമ കണ്ടിരുന്നു പറഞ്ഞു. ശരി, മഞ്ഞിലെറിഞ്ഞ പൂക്കളിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പൂർണിമ മരിച്ചു കിടക്കുമ്പോൾ ശങ്കർ കയറി വരുന്നു. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും, ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചു. ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ. എൻ്റെ അടുത്ത് ചോദിച്ചു, ശങ്കറിന് ഡ്രൈവിംഗ് അറിയുമോ ചോദിച്ചു. അത് പിന്നീട് പിന്നീട് ഡ്രൈവിംഗ് അറിയുമോ ചോദിച്ചു. ഞാൻ ആലോചിച്ചു, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ശരിക്കും. പക്ഷെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. ശരി ഓക്കെ, അപ്പോൾ അപ്പച്ചൻ സാറിനെ കണ്ടോളൂ എന്ന്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരയ്ക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി ഷൂട്ടിംഗ് എടുത്തു. ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ബിക്കോസ് ഈ 2-3 ഫിലിമൊക്കെ വന്നിട്ട് തിരക്ക് പിടിച്ചതിനിടയ്ക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ ഇത് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു 2-3 ഡേയ്സ് കൊണ്ട് നമുക്ക് പഠിക്കാവുന്നൊരു കാര്യമല്ലോ. ആദ്യത്തെ ദിവസം ഈവനിങ് തന്നെ ഇവർ ഞങ്ങളെ വിളിച്ചു റിഹേഴ്സൽ. അടുത്ത ദിവസം ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിഹേഴ്സൽ വെച്ചു. മോഹൻലാലുണ്ട്, എല്ലാവരും ഉണ്ട്. മോഹൻലാൽ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റിഹേഴ്സലൊക്കെ വെച്ചു. അപ്പോൾ റിഹേഴ്സലിൽ ആ റൊമാൻറ്റിക് സീൻസൊക്കെ എങ്ങനെ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പാച്ചി പറഞ്ഞു, ഞാൻ ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് പറയാം, ഒന്ന് കേൾക്കണം. അങ്ങനെ പാച്ചിയൊക്കെ ഈ സബ്ജക്റ്റ് പറഞ്ഞു. ഈ സബ്ജക്റ്റ് പറഞ്ഞ് തീർന്നുടനെ എൻ്റെ നെഞ്ചടിച്ചു. ബിക്കോസ് ജീപ്പ് വരുന്നു, ജീപ്പ് പോകുന്നു, ജീപ്പ് വരുന്നു, ജീപ്പ് പോകുന്നു. ഇത് തന്നെ ഫുൾ ഫിലിം. അതുമാത്രമല്ല ക്ലൈമാക്സ് മുഴുവൻ ജീപ്പ്. ഞാൻ വിചാരിച്ചു ദൈവം എനിക്ക് വണ്ടി ഓടിക്കാറില്ല, ഇത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചെയ്യുക, ആകെ കൺഫ്യൂഷൻ, ഓടിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. ബിക്കോസ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. നാളെ അവർ ഷൂട്ടിംഗ് നാളെ രാവിലെ തുടങ്ങാൻ പോവുക. എന്നാൽ ഞാൻ പതുക്കെ ആലങ്കുടൻ ചേട്ടൻ എന്നില്ല, ഞാലമ്പുഴൻ ചേട്ടൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. പുള്ളിയും കൺഫ്യൂസ്ഡ് ആയത് എന്താ ചെയ്യേണ്ടതെന്ന്. നേരെ അച്ചിക്കയുടെ അടുത്ത് പോയി പറഞ്ഞു. അച്ചിക്ക ഷോക്കായിപ്പോയി. അടുത്ത ദിവസം ഒരു മെയിൻ ക്യാരക്ടറാണ് ഈ ജീപ്പ് അതിനകത്ത്. പക്ഷെ എന്താ അറിയില്ല, പെട്ടെന്ന് അവർ ഡിസൈഡ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഡ്രൈവറെയും എന്നെയും വിട്ടു. 1 hour കൊണ്ട് ഞാൻ ഇത് ഓടിക്കാനും തട്ടിമുട്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു. ആ ഒറ്റ 1 hour കൊണ്ടാണ് ആ ഫിലിം മുഴുവൻ ഞാൻ ആ ഫിലിമിലുള്ള സീൻസ് എടുത്തത് ഈ 1 മണിക്കൂർ പഠിച്ചിട്ടാണ്. അത് പുള്ളി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലായി ആ സെറ്റിലെ മഞ്ഞിലെറിഞ്ഞ പൂക്കളിലുള്ള ഒരേ ഒരു നോൺ ആർട്ടിസ്റ്റ് ആലമ്പുഴൻ ചേട്ടനും വേറെ പ്രതാപ് ചന്ദ്ര ചേട്ടനും. ആലമ്പുഴൻ പുള്ളി ചേട്ടനെ ഉപയോഗിച്ചു. ചേട്ടാ എനിക്കിങ്ങനെയാണ്. അപ്പോൾ ആലമ്പുഴൻ ചേട്ടൻ പ്രസൻറ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറയാം, ദേഷ്യപ്പെടരുത്, പുള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശങ്കറിന് സിമ്പതി ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ജീപ്പ് ഓടിക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാം പറഞ്ഞ് പഠിക്കാൻ പറ്റും. പക്ഷേ പടത്തിൻ്റെ 45 ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടും പുള്ളി ആസക്തി തന്നെ ചെയ്യാം. ഞാൻ പിന്നെ വണ്ടിയൊക്കെ കൊടുക്കാൻ ശരിക്കും പഠിച്ചത് അതൊരു ബേസ് കിട്ടി മഞ്ഞിലെറിഞ്ഞ പൂക്കളിൽ നിന്ന്.